Very good morning to one and all, and warm welcome to our 32nd online class. ഇന്ന് നമ്മൾ 8th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. 8th ചാപ്റ്ററിൽ നമ്മുടെ GSTയുടെ കഴിഞ്ഞ ഡെഫിനിഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ, ടാക്സബിൾ സപ്ലൈ, നോൺ ടാക്സബിൾ സപ്ലൈ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സെക്ഷൻ 7 CGST ആക്ട് ഏപ്രിൽ 2017 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. CGST ആക്ടിലെ സപ്ലൈ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ നമ്മളുടെ IGST ആയാലും SGST ആയാലും UTGST ആയാലും സെയിം മീനിങ് സെയിം ഡെഫിനിഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ GST ആക്ടിൻ്റെ മൊത്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഏത് GST ആക്ട് ആയാലും, അതായത് CGST ആക്ട് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ SGST ആയിക്കോട്ടെ, IGST ആയിക്കോട്ടെ, സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പോൾ CGST ആക്ട് പ്രകാരം സെക്ഷൻ 7 എന്താണോ മീൻ ചെയ്യുന്നത് അതാണ് നമ്മുടെ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കൊണ്ട് GST ആക്ട് പ്രകാരം മൊത്തമായിട്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ടാക്സബിൾ ഈവൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ കോഴ്സ് ഓഫ് ബിസിനസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ആ ബിസിനസ്സിൻ്റെ ഫർദറൻസ് എന്ന് പറയുമ്പോഴും സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അതൊരു ടാക്സബിൾ ഈവൻ്റ് ആവുമ്പോഴാണ് ഗുഡ്സ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആ ഈവൻ്റ് ഒരു ബിസിനസ്സിൻ്റെ കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിൽ എന്തായിരിക്കണം, ഒരു ടാക്സബിൾ ഈവൻ്റ് ആയിരിക്കണം. The term supply is defined in CGST Act 2017 and the same meaning is applicable under CGST and SGST or UTGST Act. CGST ആക്ടിൽ എന്താണോ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത്, അത് CGST ആക്ട് 2017 എന്താണോ ഡിഫൈൻ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും SGST ആക്ട് പ്രകാരം, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി GST UTGST എന്ന് പറയുന്നതിലും. Section 7 of the CGST Act 2017 gives an inclusive definition of the supply. അപ്പോൾ GST ആക്ട് പ്രകാരം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 7 CGST ആക്ട് 2017 ആണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 7 CGST ആക്ടിൽ എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനിൽ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ 4 കാറ്റഗറിയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവേണ്ടതുണ്ട്. അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തൊക്കെയാണ് ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ all forms of supply of goods or service or both such as sale, transfer, barter, exchange, license, rental, lease or disposal made or agreed to be made for a consideration by a person in the course or furtherance of the business. ഒരു ബിസിനസ്സിൻ്റെ കോഴ്സിലോ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നതിൽ എന്തുണ്ടായിരിക്കണം, ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ട്രാൻസാക്ഷൻ ഈവൻ്റ് എന്ന് പറയുന്നത് സെയിലായിരിക്കാം, അതും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആയിരിക്കാം, ലൈസൻസ്, റെൻ്റൽ, ലീസ്, ഡിസ്പോസൽ. ഇതിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ കോഴ്സിലോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫർദറൻസിലോ അല്ലാതെ ഒരു സർവീസ് എന്ന് പറയുന്നത് ഒരു കൺസിഡറേഷൻ വാങ്ങിക്കൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയും നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും, സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കും.
തേർഡ് കാറ്റഗറിയിൽ പറയുന്നത് ദ ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 മെയ്ഡ് ഓർ അഗ്രീ ടു ബി മെയ്ഡ് വിത്തൗട്ട് എ കൺസിഡറേഷൻ ഇല്ലാതെ ഷെഡ്യൂൾ 1 ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ 1 പ്രകാരം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അത് മെയ്ഡ് ഓർ അഗ്രീ ടു ബി മെയ്ഡ് ഉണ്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ അഗ്രി ചെയ്തിട്ടുള്ള ഒരു ഈവൻ്റ് ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു ഈവൻ്റ് ആണെങ്കിലും അതിനെ നമുക്ക് എന്തായിട്ട് പറയാം സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഫോർത്ത് കാറ്റഗറിയിൽ പറയുന്നത് ദ ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 2 വിത്തൗട്ട് എ കൺസിഡറേഷൻ ഇല്ലാതെ ഷെഡ്യൂൾ 2 എന്തെങ്കിലും ആക്ടിവിറ്റീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും നമുക്ക് എന്തായിട്ട് പറയാം സപ്ലൈ എന്ന് പറയാം. അപ്പോൾ ഈ 4 കാറ്റഗറിയിലാണ് എന്തിനെയൊക്കെയാണ് നമ്മളുടെ സപ്ലൈ എന്ന് പറയുന്നത് എന്നുള്ളതാണ് കറക്റ്റായിട്ട് പറയുന്നത്. ആദ്യത്തെ എ സെക്ഷൻ പറയുന്നത് കൺസിഡറേഷൻ ഉണ്ട്, അതിലോടൊപ്പം തന്നെ ബിസിനസ് കോഴ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ അത് സെയിലായിരിക്കാം, ട്രാൻസ്ഫർ ആയിരിക്കാം, ലീസ് ആയിരിക്കാം, ബാർട്ടർ ആയിരിക്കാം, എക്സ്ചേഞ്ച് ആയിരിക്കാം, റെൻ്റ് ആയിരിക്കാം, ലൈസൻസ് ആയിരിക്കാം, ഏതൊരു ആക്ടിവിറ്റിയിലും അത് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയുന്നത് നമുക്ക് സപ്ലൈ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ പറയുന്നത് കോഴ്സ് ഓഫ് ബിസിനസ്സോ ഫർദറൻസ് ഓഫ് ബിസിനസ്സോ അല്ലാതെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത് കൺസിഡറേഷനോട് കൂടിയിട്ടാണെങ്കിൽ അതിനെയും നമ്മൾ എന്തായിട്ട് പറയും സപ്ലൈ എന്ന് പറയും. തേർഡ് കാറ്റഗറിയിൽ പറയുന്നത് കൺസിഡറേഷൻ ഇല്ല, വിത്തൗട്ട് എനി കൺസിഡറേഷൻ ആണ്, പക്ഷേ ആ ഒരു ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ് സപ്ലൈ എന്ന് പറയാവുന്നതാണ്. ഫോർത്ത് കാറ്റഗറിയിൽ പറയുന്നത് ഷെഡ്യൂൾ 2 പറയുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ്, അതിന് കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെയുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ് സപ്ലൈ ആയിട്ട് പറയാവുന്നത്. അപ്പോൾ സപ്ലൈയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 CGST ആക്ട് 2017 പ്രകാരം എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സപ്ലൈ എന്ന് പറയുന്നതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആക്ടിവിറ്റീസ് ട്രാൻസാക്ഷൻസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 2 ഷെഡ്യൂൾ 2 ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് അത് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീസിനെ നമുക്ക് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത് സച്ച് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി ലോക്കൽ അതോറിറ്റി ഇൻ വിച്ച് ദേ ആർ എൻഗേജ്ഡ് ആസ് എ public authorities as may be notified by the government on the recommendation of the council. GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റീസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനോ ആണ് എന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണ് അല്ലെങ്കിൽ എനി ലോക്കൽ അതോറിറ്റി ആണ് അത് അണ്ടർടേക്കൺ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സപ്ലൈ എന്ന് പറയുന്നതിൽ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 കാറ്റഗറിയിലാണ് സപ്ലൈ എന്ന് പറയുന്നത് സെക്ഷൻ 7 പ്രകാരം നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുള്ള എനി ആക്ടിവിറ്റി ഓർ എനി ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ അതോറിറ്റി അണ്ടർടേക്കൺ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ ഒരു ട്രാൻസാക്ഷനോ ആണ് അത് ഗവൺമെൻറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ GSTയുടെ കൗൺസിലോട് റെക്കമെൻഡേഷനോട് കൂടിയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 4 കാറ്റഗറി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്, അതായത് ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഫോർ എ കൺസിഡറേഷൻ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ അതിൽ പറയുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സെയില്, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻറ്റ്, ലീസ്, ഡിസ്പോസൽ, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദ ടേം സപ്ലൈ is a very wide term and includes all forms of supply such as sale, transfer, barter, exchange, license, rental, lease or disposal made or agreed to be made for a consideration by a person in the course of business or furtherance of business. ഇവിടെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്.
എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ചെയ്യുന്നത് ഒരു പേഴ്സൺ ആയിരിക്കണം, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ ഉള്ള ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ എന്തായിട്ട് പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എന്തിനോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കണം? സെയില്, ലീസ്, റെൻറ്റ്, അല്ലെങ്കിൽ ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ട്രാൻസാക്ഷനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ട് ഓഫ് സർവീസ് കൺസിഡറേഷനോട് കൂടിയിട്ടാണെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് നോക്കാം. ദി ഇമ്പോർട്ട് ഓഫ് സർവീസ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ സപ്ലൈ ഇഫ് സച്ച് ഇമ്പോർട്ട് ഈസ് ഫോർ കൺസിഡറേഷൻ. സച്ച് ഇമ്പോർട്ട് ഓഫ് സർവീസ് മേ ബി ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഓർ നോട്ട്. അവിടെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിലൊരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് കോഴ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ ഇൻക്ലൂഡഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് സപ്ലൈ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് GST ആക്ട് 2017 പ്രകാരം വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഈ രണ്ട് കാര്യങ്ങളും സ്പെസിഫൈ ചെയ്യുന്ന രണ്ട് എക്സാമ്പിൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന ഇല്ലസ്ട്രേഷൻ 1 പേജ് നമ്പർ 247 എല്ലാവരും ഒന്ന് എടുത്തിട്ട് നോക്കാം. Raghav is the supplier of goods located in Chennai. In January 2020, he imported business consultancy service from Germany for a consideration of 80,000. It is a case of supply as the import of service is for a consideration and in the course of furtherance of his business. അപ്പോൾ ഇവിടെ എന്ത് ട്രാൻസാക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്? രാഘവ് എന്ന് പറയുന്നത് ഒരു സപ്ലയർ ഓഫ് ഗുഡ്സ് ആണ്. അദ്ദേഹം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ചെന്നൈയിലാണ്. ജനുവരി 2020 എന്താണ് ചെയ്തിട്ടത്? അദ്ദേഹം ആ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നു. അതായത് ബിസിനസ് കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നതാണ് ജർമ്മനിയിൽ നിന്ന് 80,000 രൂപ കൺസിഡറേഷനോട് കൂടിയിട്ടാണ് അത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സപ്ലൈയിൽ പെടില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇറ്റ് ഈസ് എ കേസ് ഓഫ് സപ്ലൈ. അത് എന്താണ്? സപ്ലൈ ആണ്. ഇവിടെ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. അതോടൊപ്പം തന്നെ അതൊരു കൺസിഡറേഷൻ ലഭിച്ചിട്ടുണ്ട്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് കോഴ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിൽ പെടുന്നതായതുകൊണ്ട് നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്? ഒരു സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ നോക്കാം. രാമദാസ് ഈസ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ലൊക്കേറ്റഡ് ഇൻ നാഗ്പൂർ. ഹി ഇമ്പോർട്ടഡ് ആർക്കിടെക്ചർ സർവീസ് ഫ്രം എ റിലേറ്റീവ് ഇൻ ചൈന വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഹൗസ്. This is not a case of supply as the import is without consideration. ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് പറയുന്നുണ്ട്? സപ്ലൈ അല്ല എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ കാരണം? അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്? സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അതായത് രാമദാസ് എന്ന് പറയുന്നത് ഒരു സപ്ലയറാണ്. അദ്ദേഹം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? നാഗ്പൂറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ട് എന്ന് പറയുന്ന സർവീസ് ആർക്കിടെക്ചർ സർവീസാണ്. അത് ചൈന വിത്തൗട്ട് എനി കൺസിഡറേഷൻ ആണ്. ഒരു കൺസിഡറേഷനും ലഭിക്കാതെയാണ് ആ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു സർവീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തായിട്ട് പെടുത്താനായിട്ട് സാധിക്കില്ല? സപ്ലൈ ആയിട്ട് പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒന്ന് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എലമെൻ്റ് പറയുന്നത് അത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ആ കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ ഉള്ളത് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ സി കാറ്റഗറിയാണ് എടുക്കുന്നത്. അതായത് കൺസിഡറേഷൻ ഇല്ലാതെ ഷെഡ്യൂൾ 1 പറയുന്ന സ്പെസിഫൈഡ് ആക്ടിവിറ്റിയോ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് സപ്ലൈ എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So activities specified in a schedule 1 made or agreed to be made without a consideration to be treated as a supply. Supply ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വിത്ത്
വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൺസിഡറേഷന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതുപോലെ തന്നെ ഷെഡ്യൂൾ 1 പറയുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അഗ്രി ടു ബി മെയ്ഡ്, ഒരു എഗ്രിമെൻറ്റിലാണെങ്കിലും അതിനെ നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്, ഒരു സപ്ലൈയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 1 സെക്ഷൻ 7 എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മളോട് ഈ സപ്ലൈ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 7 വരുന്ന ഷെഡ്യൂൾ 1 എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. The activities to be treated as supply even if made without consideration, permanent transfer or disposal of business assets where input tax credit has been availed in such asset. അസറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള അസറ്റ് ആയിരിക്കണം, ഒരു ബിസിനസ് അസറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പെർമനൻറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡിസ്പോസൽ ആയിരിക്കണം നടന്നിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ 3 ക്യാരക്ടറാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പോസൽ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കണം. ഒരു ബിസിനസ് അസറ്റ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ആ അസറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചാർജ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ആയിരിക്കണം. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ബിറ്റ്വീൻ ദ പേഴ്സൺസ് ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25 വെൻ മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ദ ബിസിനസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം. അണ്ടർ സെക്ഷൻ 25 ആരൊക്കെയാണ് പേഴ്സൺസ് ആയിട്ട് പറയുന്നത്, അവരെ തന്നെയാണ് GST ആക്ട് പ്രകാരം പേഴ്സൺസ് ആയിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിരിക്കാം. അത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് എങ്ങനെയുള്ളതായിരിക്കാം, റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൺസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25. സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ള പേഴ്സൺസിനെയും ഈ സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെൻ മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആയിരിക്കണം. അവിടെ സപ്ലൈ ഉണ്ടായിരിക്കണം. ആ സപ്ലൈ നടത്തിയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് റിലേറ്റഡ് പേഴ്സൺസോ അല്ലെങ്കിൽ എങ്ങനെയുള്ള പേഴ്സൺസ് ആയിരിക്കാം, സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മളിവിടെ പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. അവർ തമ്മിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അത് കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അതും അല്ലെങ്കിൽ അതിൻ്റെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ, ഒരു സപ്ലൈ എന്ന് പറയാനായിട്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 7 പ്രകാരം പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രൊവൈഡഡ് ദാറ്റ് ഗിഫ്റ്റ് not exceeding 50,000 rupees in value in a financial year by an employer to an employee shall not be treated as the supply of goods or service or both. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ് എന്നുണ്ടെങ്കിൽ നോട്ട് എക്സീഡിങ് 50,000, 50,000 മേലെയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിലാണെങ്കിൽ ബൈ എൻ എംപ്ലോയർ ടു എൻ എംപ്ലോയി, ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ സപ്ലൈ ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്, എല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ പറഞ്ഞിട്ടത് ഗിഫ്റ്റ് ആയിരിക്കണം. ആ ഗിഫ്റ്റിൻ്റെ 50,000 മേലെ ആവാനായിട്ട് പാടില്ല. അതൊരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് വെയർ ദ ഏജൻറ്റ് അണ്ടർടേക്സ് ടു സപ്ലൈ സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ ഏജൻറ്റ് തമ്മിലുള്ള ഒരു ട്രാൻസ്ഫറാണ്. ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ്, ഒരു പ്രിൻസിപ്പൽ ഒരു ഏജൻറ്റിനാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏജൻറ്റ് അണ്ടർടേക്സ് ടു സപ്ലൈ, ഏജൻറ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും, സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബൈ എൻ ഏജൻറ്റ് ടു ഹിസ് പ്രിൻസിപ്പൽ where the agent undertakes to receive such goods on behalf of the principal. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ഏജൻറ്റ് ഒരു പ്രിൻസിപ്പലിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഏജൻറ്റ് എന്ന് പറയുന്നത്
എന്താണ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞത് സപ്ലൈ ചെയ്യുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? റിസീവ് സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന് വേണ്ടി ഗുഡ്സ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് തമ്മിലുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുകയാണെങ്കിൽ, സപ്ലൈ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു പ്രിൻസിപ്പലിന് വേണ്ടി ഒരു ഏജൻറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസിൽ ഒരു പ്രിൻസിപ്പലിന് വേണ്ടി ഒരു ഏജൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ രണ്ട് കേസിലും നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ആയിട്ട് പറയാവുന്നതാണ്. ഫോർത്ത് പോയിന്റ്, ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എ ഓഫ് his other establishment outside India in the course or furtherance of business. ഇവിടെ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആയിരിക്കണം, അതൊരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം ചെയ്തിട്ടുള്ളത്. ആർക്കാണ് ചെയ്യേണ്ടത്? ഒരു റിലേറ്റഡ് പേഴ്സണോ അല്ലെങ്കിൽ ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ റിലേറ്റഡ് പേഴ്സണിൻ്റെ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ, അതും ഒരു ബിസിനസ്സിൻ്റെ കോഴ്സ് ഓഫ് ബിസിനസ്സിലോ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ 1 പ്രകാരം അതിനെന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഉണ്ടായിരിക്കണം, അത് ചെയ്യുന്നത് ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം, ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എനി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പേഴ്സൺ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതൊരു ബിസിനസ്സിൻ്റെ കോഴ്സ് ഓഫ് ബിസിനസ്സോ ഫർദറൻസോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തായിട്ട് പറയാവുന്നതാണ്? ഷെഡ്യൂൾ 1 സെക്ഷൻ 7 പ്രകാരം സപ്ലൈ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് കാറ്റഗറിയിൽ നമുക്ക് എന്തായിട്ട് പറയാവുന്നത്? ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് കൺസിഡറേഷൻ ഇല്ലാതെ എന്തിനെയൊക്കെ നമുക്ക് സപ്ലൈ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത് പെർമനൻറ്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പെർമനൻ്റ് ഡിസ്പോസലാണ്. അതൊരു ബിസിനസ് അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവൈൽ ചെയ്യുന്ന ഒരു അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ ആയിട്ട് പറയാം. രണ്ടാമത്തെ കേസിൽ പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ഒരു റിലേറ്റഡ് പേഴ്സണോ അല്ലെങ്കിൽ സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, അതൊരു ബിസിനസ് കോഴ്സ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സോ ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞിട്ടത് ഗിഫ്റ്റ് ആണ്, 50,000-ൽ മേലെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? ഒരു കാരണവശാലും സപ്ലൈ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഈ ഏജൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ എന്ന് പറയാവുന്നതാണ്. ലാസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസ്, അതൊരു ടാക്സബിൾ പേഴ്സൺ ആണ്, അത് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡിലുള്ള ഈ റിലേറ്റഡ് പേഴ്സൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുള്ളതാണ്, അതും ഒരു കോഴ്സ് ഓഫ് ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ആയിട്ട് പറയാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, പേജ് നമ്പർ 248 എല്ലാവരും ഒന്ന് നോക്കാം. എ ഡീലർ of air conditioners who has availed input tax credit on air conditioners permanently transfers an air conditioner from his stock for personal use at his residence. This will constitute supply and be liable for GST as it is a permanent transfer of air conditioner for his personal use. ഇതൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു സപ്ലൈ എന്ന് പറയാനുള്ള കാരണം? അതിൽ വരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ട്രാൻസ്ഫറാണ്. പെർമനൻ്റ് ട്രാൻസ്ഫർ അതുപോലെ തന്നെ ഫോർ ദ ഈ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവിടെ കൺസിഡറേഷൻ ഉണ്ടായിട്ടുണ്ടോ? എ ഡീലർ ഓഫ് എയർ കണ്ടീഷണേഴ്സ്, ഒരു ഡീലറാണ് ഈ എയർ കണ്ടീഷണർ എന്ത് ചെയ്തിട്ടുള്ളത്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൈൽ ചെയ്തിട്ടുള്ളതാണ്. എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് അസറ്റാണ്. അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അറിയാം? അത് കൺസിഡറേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്തായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി തേർഡ് കാറ്റഗറി കഴിഞ്ഞു. ഇനി ഫോർത്ത് കാറ്റഗറിയിൽ പറയുന്നത് ഷെഡ്യൂൾ 2 ആണ്. സെയിം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു വിത്തൗട്ട് എനി കൺസിഡറേഷൻ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ഷെഡ്യൂൾ 2 പ്രകാരമുള്ളതാണെങ്കിൽ
നമുക്കതിനെ എന്തായിട്ട് സാധിക്കും, സപ്ലൈ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നത്, അതുപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യാവുന്നത്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫർ ആണ്. അതായത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ പെടുന്നത്? എനി ട്രാൻസ്ഫർ ഓഫ് ദ ടൈറ്റിൽ ഇൻ ഗുഡ്സ് ഈസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി വരുന്നത് എനി ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഇൻ ഗുഡ്സ് ഓർ ഓഫ് അൺഡിവൈഡഡ് ഷെയർ ഇൻ ഗുഡ്സ് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ദ ടൈറ്റിൽ ദെയർ ഓഫ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസ്. അതായത് ടൈറ്റിൽ മാറ്റം വരുത്താതെ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത് അതൊരു ഗുഡ്സിൻ്റെ റൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ ഷെയർ ഇൻ ഗുഡ്സിൽ അൺഡിവൈഡഡ് ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ ആ കേസിലും വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ, അവിടെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാവുന്നതാണ്. എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ് വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് എ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഷാൽ പാസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് upon the payment of full consideration as agreed is supply of goods. ഇവിടെ പറയുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കൊടുക്കുന്നില്ല, പിന്നീട് ഫുൾ കൺസിഡറേഷൻ കൊടുക്കും. അവിടെ വരുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ എൻ എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻ്റ് പ്രകാരമാണ് ഈ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഷാൽ, അതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്റ്റിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഷാൽ പാസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റിൽ മാത്രമേ അതിൻ്റെ ഫുൾ കൺസിഡറേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ ആ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് സപ്ലൈ ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഷെഡ്യൂൾ 2 പറയുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി എന്താണ്? ട്രാൻസ്ഫർ ആണ്. ഈ ട്രാൻസ്ഫറിൽ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മാത്രമേ നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഒരു ഗുഡ്സിൻ്റെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഷെയറിൽ ഒരു ഗുഡ്സിലുള്ള അൺഡിവൈഡഡ് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാവുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ പറയുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അതൊരു എഗ്രിമെൻ്റ് പ്രകാരമാണ് അതിൻ്റെ ട്രാൻസ്ഫർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡേറ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാവുന്നതാണ്. ഇനി സെക്കൻഡ് ഐറ്റം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നതാണ്. എനി ലീസ്, tenancy, easement, license to occupy land is a supply of services. സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഒരു ലാൻഡോ ബിൽഡിങ്ങോ ആണെങ്കിൽ അത് ലീസിന്, അതായത് പാട്ടത്തിന് എടുക്കുകയോ ടെനൻസി വാടകയ്ക്ക് കൊടുത്തതോ അല്ലെങ്കിൽ ഈസ്മെൻറ്റ് ഒരു എളുപ്പത്തിലൊരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ലൈസൻസ് അത് ഒക്കുപ്പൈ ചെയ്യാനുള്ള ഒരു ലൈസൻസ് എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാവുന്നതാണ്. Any lease or letting out of the building including a commercial, industrial or residential complex for business or commerce either all or partly is a supply of service. ഇവിടെ പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ലെറ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ ലീസിന് കൊടുത്തിട്ടുള്ളതോ ആയിരിക്കാം. അത് കമേഴ്ഷ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനോ അതോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിനാണ്. അതൊരു ബിസിനസ്, കോമേഴ്സ് അല്ലെങ്കിൽ അത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ആണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തുകൊണ്ട് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ലീസോ ടെനൻസിയോ ഈസ്മെൻറ്റോ അല്ലെങ്കിൽ ലൈസൻസ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഒക്കുപ്പൈ ചെയ്യാനായിട്ടുള്ള അതാണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാം. രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് ലീസോ അല്ലെങ്കിൽ ലെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യലോ ഇൻഡസ്ട്രിയലോ റെസിഡൻഷ്യൽ പർപ്പസിനാണ്. അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സോ കോമേഴ്സോ ആണ് എന്നുണ്ടെങ്കിൽ, മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ആണ് എന്നുണ്ടെങ്കിലും നമുക്കതിന് എന്തായിട്ട് പറയാം? സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടല്ല, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്സ്, ഒരു ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഒരു മാനുഫാക്ചറിങ്ങിൽ ഒരു റോ മെറ്റീരിയൽ തന്നെ വാങ്ങി അതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന ഒരു പ്രൊസീജിയർ. എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് വിച്ച് ഈസ് സപ്ലൈഡ് ടു അനദർ പേഴ്സൺസ് ഗുഡ്സ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസ്. വേറൊരാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മളതിനെ റീമോഡ്യൂൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തോ പ്രോസസ്സസ് ചെയ്തോ വേറൊരു ഗുഡ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാവുന്നതാണ്.
നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്. എനി ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഷെഡ്യൂൾ 2-ൽ സെക്ഷൻ 7 പ്രകാരം സപ്ലൈ ഓഫ് സർവീസ് ഗുഡ്സ് ആയിട്ട് വരുന്നതാണ്. സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ദ ഫോളോയിങ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ സപ്ലൈ ഓഫ് സർവീസ്. റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അണ്ടർലൈൻ ചെയ്യുക. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീനെയാണ് ഇവിടെ സപ്ലൈ ഓഫ് സർവീസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ ഓർ പാർട്ട് ദെയർ ഓഫ് ഇൻക്ലൂഡിംഗ് എ കോംപ്ലക്സ് ഓർ ബിൽഡിംഗ് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ ടു എ ബയർ ഓളി ഓർ പാർട്ട്ലി. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഒരു കോംപ്ലക്സ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ എനി സിവിൽ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെയിൽ ടു എ ബയ്യർ, ഒരു ബയ്യർക്ക് അത് വിൽക്കുകയാണെങ്കിൽ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം composite supply ആണ്. Works contract and supply of food or any other article for human consumption or any drink other than alcoholic liquor for human consumption where such supply of service is for cash, deferred payment or other valuable consideration. ഇവിടുത്തെ characteristics എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അതായത് ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വർക്ക് കോൺട്രാക്റ്റ് ആയിരിക്കാം. ആ വർക്ക് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഹ്യൂമൻ കൺസംഷൻ ആവശ്യമുള്ള എനി പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രിങ്ക് ഐറ്റംസ് ആയിരിക്കാം. പക്ഷെ എന്താവാൻ പാടില്ല? ആൽക്കഹോളിക് ലിക്കറോ അല്ലെങ്കിൽ അത് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ക്യാഷോ അതും അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ വാല്യുബിൾ കൺസിഡറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ എന്തായിട്ട് പറയുന്നത്? ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ക്യാരക്ടേഴ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. വർക്ക് കോൺട്രാക്റ്റോ സപ്ലൈ ഓഫ് ഫുഡ്, ഡ്രിങ്ക് അല്ലെങ്കിൽ എനി ഹ്യൂമൻ കൺസംഷൻ പ്രൊഡക്ട്സ് ആയിരിക്കാം. അത് ഒരു കൺസിഡറേഷന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ എന്തായിട്ട് പറയുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എനി അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് ടു എ മെമ്പർ thereof for cash, deferred payment or other valuable consideration. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എനി അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ബോഡി ഓഫ് പേഴ്സൺ BOP ആണെങ്കിൽ അതുപോലെ തന്നെ ടു എ മെമ്പർ ദെയർ ഓഫ് അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ, അതായത് അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷനിലോ അല്ലെങ്കിൽ ബോഡി ഓഫ് പേഴ്സൺസിലെ ഏതെങ്കിലും ഒരു പേഴ്സണ് നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട്? ക്യാഷോ അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ എനി അതർ വാല്യുബിൾ കൺസിഡറേഷന് വേണ്ടി സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ ഷെഡ്യൂൾ 2 സെക്ഷൻ 7 പ്രകാരം നമ്മളിവിടെ എന്തൊക്കെയാണ്? ഒരു 7 ഐറ്റമാണ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ആ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമ്മുടെ ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമതായിട്ട് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നതിൽ ലീസ്, ടെനൻസി, അതുപോലെ തന്നെ ഈസ്മെൻറ്റ്, ഒരു ലാൻഡ് ഒക്കുപ്പൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അത് ഒരു അഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വേറൊരാളുടെ സാധനം വാങ്ങിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ പ്രോസസ്സ് ചെയ്തിട്ടോ ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒരു ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ സപ്ലൈ ഓഫ് സർവീസോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. കോമ്പോസിറ്റ് സപ്ലൈയും നമുക്ക് ഷെഡ്യൂൾ 2 പ്രകാരം സെക്ഷൻ 7-ൽ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? ഈ സപ്ലൈ എന്ന് പറയുന്നതിൻ്റെ ഷെഡ്യൂളിൽ പറയാവുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ഷെഡ്യൂൾ 3യും കൂടിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ വിച്ച് ഷാൽ ബി ട്രീറ്റഡ് നൈദർ ആസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ എ സപ്ലൈ സർവീസ്. ഒരിക്കലും സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ആയിട്ട് നമുക്ക് ഷെഡ്യൂൾ 3-ൽ പറയുന്ന ഒരു ആക്ടിവിറ്റീസും ഒരു ട്രാൻസാക്ഷനും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? സപ്ലൈ ആയിട്ട് പറയാൻ പറ്റില്ല. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് സർവീസസ് ബൈ എൻ എംപ്ലോയി ടു എൻ എംപ്ലോയർ ഇൻ ദ കോഴ്സ് ഓഫ് ഓർ ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ കോഴ്സ് ഓഫ് ബിസിനസ്സിനോട് അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് എനി സർവീസസ് ബൈ എൻ എംപ്ലോയി, ഒരു എംപ്ലോയി
എന്തെങ്കിലും ഒരു സർവീസ് ഒരു എംപ്ലോയർക്ക് ബിസിനസ്സിൻ്റെ കോഴ്സിൽ ചെയ്യുകയാണ് ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സർവീസസ് ബൈ എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതുപോലെ തന്നെ ഒരു കോർട്ട് ഓർഡർ പ്രകാരം അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണൽ പ്രകാരം ഏതെങ്കിലും ഒരു സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫോഴ്സ്ഫുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, സപ്ലൈ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. തേർഡ് കാറ്റഗറിയിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്ത്, മെമ്പേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് അതർ ലോക്കൽ അതോറിറ്റീസ്. ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പാലിറ്റി മെമ്പറോ അല്ലെങ്കിൽ എനി ലോക്കൽ അതോറിറ്റി മെമ്പർ ആണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നത് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് എനി പോസ്റ്റ് ഇൻ പേഴ്സൺസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദാറ്റ് കപ്പാസിറ്റി. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പേഴ്സൺസിൻ്റെ പ്രൊവിഷനിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ആ പേഴ്സൺ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. The duties performed by any person as a chairperson or a member or a director in a body established by the central government or a state government or local authority and who is not deemed to as an employee before the commencement of the clause. ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു പേഴ്സൺ ചെയർമാൻ ആയിരിക്കാം അല്ലെങ്കിൽ മെമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആയിരിക്കാം, അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ബോഡി, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അങ്ങനെ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഹു ഈസ് നോട്ട് ഡീം ടു ബി ആൻ എംപ്ലോയി, മുമ്പ് അദ്ദേഹം അവിടുത്തെ ഒരു എംപ്ലോയി അല്ല, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കമൻസ്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ കമൻസ്മെൻറ്റിന് മുമ്പായിട്ടോ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അതായത് ഈ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് മുമ്പായിട്ട് ആ ഒരു ഓർഗനൈസേഷനായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് ബേസിസിൽ ഒരു കണക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിന് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ഓഫ് സർവീസായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സർവീസസ് ഓഫ് ഫ്യൂണറൽ, ബറിയൽ, ക്രിമറ്റോറിയം ഓർ മോർച്ചറി ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡിസീസ്, ഒരു മരിച്ച ആളെ അടക്കുന്നത് ഫ്യൂണറൽ, അതുപോലെ തന്നെ ബറിയൽ, അതുപോലെ തന്നെ ആണ് ക്രിമച്ചറോ അല്ലെങ്കിൽ മോർച്ചറി റിലേറ്റഡ് ആയിട്ടുള്ള എനി സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. Sale of land and sale of buildings subject to clause B of paragraph 5 of the schedule 2. ഷെഡ്യൂൾ 2ൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ് പ്രകാരം, അതായത് ക്ലോസ് B ഓഫ് പാരഗ്രാഫ് 5 പ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു ലാൻഡ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ലാൻഡ്, സെയിൽ ഓഫ് ബിൽഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാണെങ്കിൽ ഷെഡ്യൂൾ 3 പ്രകാരം എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, അതൊരിക്കലും നമുക്ക് അത് ഒരു സപ്ലൈ ഓഫ് സർവീസ് ഗുഡ്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ആക്ഷനബിൾ ക്ലെയിംസ് അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, അതുപോലെ തന്നെ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ഷനബിൾ ക്ലെയിം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ ദ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ പ്ലേസ് ഇൻ ദ നോൺ ടാക്സബിൾ ടെറിട്ടറി വിത്തൗട്ട് സച്ച് ഗുഡ്സ് എൻറ്ററിങ് ഇൻ ടു ഇന്ത്യ. ഇന്ത്യയിൽ വരാതെ ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് വേറൊരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിലേക്ക് ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ആയിട്ട് പറയാനായിട്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ GST പ്രകാരം പറ്റില്ല. ഓക്കെ, അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് വേറൊരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്തൗട്ട് ഗുഡ്സ് എൻറ്ററിങ് ഇൻ ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഇനി 8ാമത്തെ പോയിന്റിൽ പറയുന്നത്
supply of warehoused goods to any person before clearance for home consumption. Home consumption മുമ്പായിട്ട് ആ വെയർഹൗസിങ് സപ്ലൈ ഓഫ് വെയർഹൗസ്ഡ് ഗുഡ്സ് വെയർഹൗസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടു എനി പേഴ്സൺ, അതായത് ക്ലിയറൻസിന് മുമ്പായിട്ട് ഒരു ഹോം കൺസംഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ലാസ്റ്റ് പോയിന്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനി to any other person by endorsement of document of title to the goods after the goods have been dispatched from the port of origin located outside India but before clearance for home consumption. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു കൺസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ടു എനി അതർ പേഴ്സൺ, വേറെ ഏതെങ്കിലും ഒരു പേഴ്സണ് ഈ ഗുഡ്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്ത് കൊടുക്കുകയോ അതുപോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ്, ഒരു ഡോക്യുമെൻ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സിൻ്റെ ടൈറ്റിലിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയോ അതുപോലെ തന്നെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദ ഗുഡ്സ് ഹാവ് ബീൻ ഡെസ്പാച്ച് ചെയ്തതിന് ശേഷം ഒരു പോർട്ടിൻ്റെ ഒറിജിനിൽ നിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഹോം കൺസംഷൻ്റെ ക്ലിയറൻസിന് മുമ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഷെഡ്യൂൾ 3-ൽ 8 പോയിൻ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന സ്പെസിഫൈഡ് കണ്ടീഷനിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് സെക്ഷൻ 7 പ്രകാരം CGST ആക്ട് 2017 സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള GST ആക്ട് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് തന്നെ ഓരോ കുട്ടികളും സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സെഷൻ ഞാൻ ഫുള്ളായിട്ട് അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തത്. ഇനി നിങ്ങളത് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ക്ലാരിഫൈ ചെയ്ത് പഠിക്കാനും ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.